ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വക്രശനി തരുന്ന ഗുണദോഷങ്ങളെയൊക്കെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ട് കൺസൾട്ടേഷൻ ഇല്ല, ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ വരാൻ പോകുന്ന ജൂലൈ മാസത്തിൻ്റെ അവസാനം ശനിക്ക് വക്രഗതി സംഭവിക്കാൻ പോവുകയാണ്. വക്രഗതി എന്നാൽ പുറകോട്ട് സഞ്ചരിക്കുക എന്നാണ്. ശനിയുടെ ഈ വക്രാവസ്ഥ പൊതുവെ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ രാശിക്കാർക്കും ഈ അവസ്ഥ അശുഭകരമല്ല. ഈ വരുന്ന ജൂലൈ 27-ന് കർമ്മദായകനും നീതിയുടെ ദേവനുമായ ശനി മീനൻ രാശിയിലുള്ള രേവതി നക്ഷത്രത്തിൽ നിന്ന് പുറകോട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കാണ് പുറകോട്ട് സഞ്ചരിക്കുന്നത്. ഇത് ഡിസംബർ 11-ാം തീയതി വരെയാണ്. ജ്യോതിഷപ്രകാരം ശനിയുടെ ഈ പുറകോട്ടുള്ള അവസ്ഥ വളരെയേറെ പ്രധാനപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ശനിയുടെ സ്വാധീനം കൂടുതൽ ആഴമേറിയതും തീവ്രവുമായിട്ടാണ് ഉണ്ടാവുക. ശനിയുടെ ഈ അവസ്ഥ പൊതുവെ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ രാശിക്കാർക്കും ഇത് അശുഭകരമല്ല. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയാണ് ശനീശ്വരൻ ഫലം നൽകുക. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇടവക്കൂറുകാരായ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യത്തെ അരയും ചേർന്ന ഈ ഇടവരാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ശനി തത്സമയം ഈ രാശിക്കാർക്ക് വളരെ നല്ല ഭാവമായ സർവാഭിഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിലൊക്കെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ഈ രാശിക്കാർക്ക് ഏതൊരു കാര്യവും പെട്ടെന്ന് തന്നെ നടക്കുമെന്നൊക്കെ അമിതമായ പ്രതീക്ഷയൊക്കെ നൽകും. അതുകൊണ്ട് കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യാനുള്ള പ്രവണത കൂടുതലായിട്ടൊക്കെ ഉണ്ടാകും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും സാധ്യത ഇതുമൂലം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനിക്കുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമായ സമയമാണ്. അതായത് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഏതൊരു കാര്യവും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. എന്നാലേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അവസര ബുദ്ധി ഒഴിവാക്കുക. പിന്നെ ആർക്കെങ്കിലും കടമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയത്ത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഏറെ ഉണ്ട്. അതേപോലെ തന്നെ ലോണോ കാര്യങ്ങളോ ഒക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അവയൊക്കെ ഈ സമയത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന പണമൊക്കെ തിരിച്ചു കിട്ടും. എങ്കിലും അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി ഉള്ളതുകൊണ്ട് ചിലവുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അനാവശ്യ ചിലവുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരാനാണ് സാധ്യത. പിന്നെ തൊഴിൽപരമായി പറയുകയാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും പിന്നെ ശമ്പള വർധനവിനുമൊക്കെ സാധ്യതയേറെ ഉള്ളൊരു സമയം തന്നെ. പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവ നന്നായി നടന്നു കിട്ടും. ദൈവാധീനം ധാരാളം ഉള്ളൊരു സമയമാണ്. പുതിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താനോ ആരാധനാലയങ്ങൾ സന്ദർശിക്കാനോ ഒക്കെ ഉള്ള യോഗമുണ്ട്. മക്കളെ കൊണ്ട് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു സമയം കൂടിയാണ്. രാശിയിൽ കുജൻ്റെ സഞ്ചാരവും ശനീശ്വരൻ്റെ ദൃഷ്ടിയൊക്കെ ചില ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ടാക്കും. ആരോഗ്യപരമായി ചെറിയ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടുമൊക്കെ വരും. അതായത് ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാകും. രക്തദൂഷ്യം കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ വരാനിടയുണ്ടാകും. ശ്രദ്ധിക്കണം. ഇതിനൊക്കെ പരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുന്നത് ഏറെ ഗുണം കിട്ടും. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുക. പിന്നെ മുതിർന്നവരെയും അച്ഛനമ്മമാരെയൊക്കെ പരിചരിക്കുക. പിന്നെ അംഗവൈകല്യമുള്ളവരെ, അതായത് വികലാംഗരെയൊക്കെ കഴിയുന്ന പോലെ സഹായിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഓം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ദിവസവും 108 പ്രാവശ്യം ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറെ ഗുണം ചെയ്യും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം ഏറെ ഗുണകരമായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന്
മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.